മുതിർന്ന CPM നേതാവും കൊയിലാണ്ടി MLA-യുമായ കാനത്തിൽ ജമീല MLA അന്തരിച്ചു. അർബുദബാധിതയായ ജമീല 6 മാസത്തോളമായി വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. മേഘ മാധവനാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. മേഘ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു നാളുകളായി കാനത്തിൽ ജമീല ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തനത്തിൽ നിന്നും മാറി നിന്ന് വിശ്രമ ജീവിതത്തിലായിരുന്നു. ആരോഗ്യനില വളരെ മോശമായതിനെ തുടർന്നായിരുന്നു അന്ത്യമെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, അല്പം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കാനത്തിൽ ജമീല ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പിന്നീട് ആ ചികിത്സ നടന്നുകൊണ്ടിരിക്കെ ഈ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിന്നിരുന്നെങ്കിലും പല പരിപാടികളൊക്കെ തന്നെയും കാനത്തിൽ ജമീല പങ്കെടുത്ത്, അതായത് കൊയിലാണ്ടി മണ്ഡലത്തിലെ MLA ആണ്. കൊയിലാണ്ടി മണ്ഡലങ്ങളിൽ പല പരിപാടികളിലും സജീവമായി നിൽക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അസുഖം മൂർച്ഛിച്ചത്. ഇപ്പോൾ മരണം സ്ഥിരീകരിക്കുന്നത് BP വലിയ തരത്തിൽ പ്രശ്നമുണ്ടാക്കി. BP താഴ്ന്നതാണ് ഇപ്പോൾ മരണകാരണമായി ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും എപ്പോഴായിരിക്കും മറ്റ് ചടങ്ങുകൾ എന്നതുമായി ബന്ധപ്പെട്ട് അത് വരും സമയങ്ങളിൽ മാത്രമേ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ജനകീയമായി, അതായത് കൊയിലാണ്ടിയിൽ നിന്നാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. കൃത്യമായി തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വളരെ നല്ല അഭിപ്രായം നേടുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെയായിരുന്നു കാനത്തിൽ ജമീല കാഴ്ചവെച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി മത്സരിച്ച് ജയിക്കുന്നു. അതിന് പിന്നാലെയാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാനത്തിൽ ജമീല നേരിട്ടത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ തന്നെ നിരവധി ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മാറി. അത് തന്നെയായിരുന്നു നിയമസഭയിലേക്ക് ജനങ്ങൾ വീണ്ടും കാനത്തിൽ ജമീലയെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിങ്ങനെയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ 3 ഘട്ടങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിത്വം കൂടിയായിരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏറ്റവും സജീവമായ പ്രവർത്തകയായിരുന്നു. എല്ലാ പരിപാടികളും, അതായത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മണ്ഡലത്തിലെ എല്ലാ പരിപാടികളിലും സജീവമായി തന്നെ നിലനിന്നിരുന്നു. അതിന് പിന്നാലെയാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. കൊയിലാണ്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ജനകീയമായി തന്നെ വളരെ മികച്ച ഇടപെടലാണ് കാനത്തിൽ ജമീല നടത്തിയത്. നിരവധി, അതായത് നിയമസഭയിൽ കൊയിലാണ്ടിക്ക് വേണ്ടി സംസാരിച്ചു, കൊയിലാണ്ടിയിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് കൊയിലാണ്ടിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിപ്പോൾ നഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി അർബുദബാധയായിരുന്നു തളർത്തിയത്. അർബുദബാധ ഇത് നടക്കുന്ന സമയത്ത് പോലും കൊയിലാണ്ടിയിലെ പല പരിപാടികളിലും ഉദ്ഘാടന ചടങ്ങിനുൾപ്പെടെ കാനത്തിൽ ജമീല പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഏറ്റവും സൗമ്യവുമായി പെരുമാറിക്കൊണ്ട് തിരിച്ച മുഖവുമായി എപ്പോഴും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച വ്യക്തിത്വം കൂടിയായിരുന്നു. ഏതായാലും അല്പസമയം മുൻപാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്.